നിന്റെ ശപിക്കപ്പെട്ട ജീവിതം മറ്റുള്ളവരെ നിന്നോട് പറയില്ലേ, നീ ശപിച്ച പെണ്ണ, നീ ശപിക്കപ്പെട്ട വ്യക്തിയാണ്, നീ ശപിക്കപ്പെട്ടവനാണ്, നീ നിന്റെ കുടുംബത്തോടുകൂടെ നശിച്ചു പോയതാന്നൊക്കെ പറഞ്ഞ് നിന്നെ ശപിച്ചവരുണ്ടാവാം. പക്ഷെ ഇന്ന് നീ അമ്മയോട് ചേരാൻ തീരുമാനിക്കുക. പരിശുദ്ധ അമ്മയോട് ചേരാൻ തീരുമാനിക്കുമ്പോൾ എലിസബത്തിന്റെ ജീവിതത്തിൽ സന്ദർശിച്ചതുപോലെയുള്ള 5 പ്രവർത്തികൾ അച്ഛനോട് എഴുതി വയ്ക്കാൻ പറഞ്ഞു. ഇങ്ങനെ ഈ വരുന്ന സമയത്താണ് അച്ഛൻ ഈ ഒരു 5 കാര്യങ്ങൾ പരിശുദ്ധ അമ്മ പറഞ്ഞു തന്നെ. 5 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നുണ്ടോ, അമ്മയോടൊപ്പം ജപമാല ചൊല്ലുന്നുണ്ടോ. ഈ ജപമാല രാജ്ഞി എന്ന് പറയുന്ന പ്രോഗ്രാം വലിയൊരു പ്രോഗ്രാമൊന്നുമില്ല, ഇതൊരു കുഞ്ഞു പ്രോഗ്രാമാണ്. പക്ഷെ നീ ഈ പ്രോഗ്രാമിന് വില കൊടുത്ത് ജപമാല ജപിക്കാൻ മാത്രം തീരുമാനിച്ചാൽ മതി. വേറെ കുറെ കാര്യങ്ങളൊന്നും വേണ്ട സ്നേഹമുള്ളവരെ. കുറേ അധികം കാര്യങ്ങൾ നീ ചെയ്ത് നിന്റെ സമയം കളയണ്ട. ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ ജപമാല കയ്യിലെടുത്ത് ഈ ജപമാല ചൊല്ലി. എന്നോട് ചോദിക്കാറുണ്ട്, അച്ഛന് ബോറടിക്കുന്നില്ലേ, പെടവകയില്ലേ, ധ്യാനങ്ങളില്ലേ, വേറെ കാര്യങ്ങളൊന്നുമില്ല, അച്ഛന് ബോറടിക്കണില്ലേ സ്നേഹമുള്ളവരെ? ബോറടിക്കണില്ല. കാരണം ഇത് കയ്യിലെടുത്ത് ഇതിങ്ങനെ ഉരുട്ടാൻ തുടങ്ങുമ്പോൾ അമ്മ ഇങ്ങനെ വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ 5 മേഖലകളിൽ നിന്റെ ശാപത്തിന്റെ അവസ്ഥകളിൽ നിന്ന് മാറ്റും. 1, പരിശുദ്ധ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, അവൾ പുഞ്ചിരിക്കാൻ തുടങ്ങി. ആണ് സംഭവിക്കുക. നീ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുമ്പോൾ സംഭവിക്കുന്ന ആദ്യത്തെ കാര്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അമ്മ വന്നാൽ ശപിക്കപ്പെട്ട ആ ഗോൽഗോൽത്താലുള്ള അവർ ചിരിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ, നിങ്ങൾ നോക്കി വെറുതെ ഒന്ന് ആലോചിച്ചേ. ഗോൽഗോൽത്തോടെ ആ സിറ്റുവേഷനിൽ അവർ കരയുന്ന അമ്മയെ നീ കണ്ട, കരയുന്ന സ്ത്രീയെ നീ കണ്ടു. അവിടെ ഏതെങ്കിലും ചിത്രകാരന്മാരവിടെ ശരിക്കും വരച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അവരുടെ മുഖത്തൊക്കെ ഒരു അഭൗമമായ ഒരു സൗന്ദര്യം ഉണ്ടായിരുന്നു. കുരിശില് മഴവില്ല് വിരിയുന്നത് കണ്ടവരാണ് അവര്. കുരിശില് മഴവില്ല്. അതിന്റെ കാരണം എന്താണെന്നറിയോ? പരിശുദ്ധ അമ്മയുള്ളിടത്തെല്ലാം പുഞ്ചിരി. എലിസബത്തിന്റെ ജീവിതത്തിൽ പുഞ്ചിരിയില്ലാത്ത ജീവിതമായിരുന്നു. പുഞ്ചിരിയില്ലാത്ത സ്ത്രീ ആയിരുന്നു എലിസബത്ത്. എല്ലാവരും കളിയാക്കി. എടി നിനക്ക് ഇത്ര വയസ്സായില്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. മച്ചി എന്ന് വിളിക്കുന്നത് പോലെ ഒരു സ്ത്രീയെ ഒരിക്കലും വിളിക്കാൻ പാടില്ലാത്ത ആ വാക്കുപോലും ഉപയോഗിച്ച് ഈ എലിസബത്തിനെ കളിയാക്കിയവരുടെ മധ്യേ നിന്ന് പരിശുദ്ധ മറിയം വന്നപ്പോൾ അവൾ പുഞ്ചിരിച്ചു എന്ന് എഴുതി വെച്ചേക്കാം. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കാൻ തുടങ്ങുമ്പോൾ നീ വെറുതെ ചിരിക്കുന്ന അനുഭവം. മറ്റുള്ളവരൊക്കെ പറയും, നിനക്ക് ഭ്രാന്താണോ? പറയട്ടെ. പക്ഷെ പരിശുദ്ധ അമ്മയുടെ മക്കളുടെ ഉള്ളിൽ കിട്ടുന്ന ഒരു സന്തോഷത്തിന്, ഒരു പുഞ്ചിരിക്ക് അളവില്ലാത്ത പുഞ്ചിരി. ഈ പാട്ടിൽ നമ്മൾ കേട്ടില്ലേ, അളവില്ലാത്ത ആനന്ദം നിന്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ കൊണ്ടുവരും. 2ാമത്തെ കാര്യം ഇങ്ങനെയാണ്, അവളുടെ ജീവിതം പ്രത്യാശപൂർണമായി. എലിസബത്തിന്റെ ഉള്ളിൽ അത്ര നാള് ഒരു പ്രത്യാശയുണ്ടായിരുന്നില്ല. ഞാൻ എന്തിനാ ജീവിക്കണേ, കാരണം എനിക്ക് മക്കളില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് എലിസബത്തിനെ സന്ദർശിക്കാൻ പരിശുദ്ധ അമ്മ കടന്നു വന്നത്. പരിശുദ്ധ അമ്മ ആ വീട്ടിൽ വന്ന് ആ ശപിക്കപ്പെട്ട ജീവിതത്തെ അനുഗ്രഹിച്ച സമയം മുതൽ പിന്നെ അവളുടെ ജീവിതം പ്രത്യാശ നിറഞ്ഞ ജീവിതമായിട്ട് തീരാൻ തുടങ്ങാം. അപ്പൊ നിന്റെ ജീവിതത്തിൽ അങ്ങനെയാണ്. നീ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. അമ്മ ഇങ്ങനെ ജീവിതം ഇങ്ങനെ പ്രത്യാശപൂർണ്ണമാക്കും. നമുക്കറിയില്ല എന്താണ് വരാൻ പോണെന്ന് അറിയില്ല. പക്ഷേ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തികൾ നിന്റെ കൺമുമ്പിൽ അവൾ ഇങ്ങനെ കൊണ്ടുവന്ന് നിന്റെ ജീവിതം ഇങ്ങനെ പ്രത്യാശപൂർണ്ണമാക്കി തരും. 3ാമത്തെ കാര്യം ഇങ്ങനെയാണ്, അവളുടെ ഇരുളടഞ്ഞ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കാൻ തുടങ്ങുന്നത്. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. മാതാവിൻ്റെ മക്കളുടെ ഒരു പ്രത്യേകത, അവരിങ്ങനെ പ്രകാശിക്കും. അതങ്ങനെയല്ലേ, ആ പറയുന്ന സ്ഥലത്ത് ബെത്ലഹേമിൽ ഒരു നക്ഷത്രം ഉദിച്ചു. അതിന്റെ കാരണക്കാരി പരിശുദ്ധ മറിയം നിൽക്കുന്നിടത്തെല്ലാം ഒരു നക്ഷത്രത്തിന്റെ ശോഭയുണ്ടായിരിക്കും. അങ്ങനെയാണ് വചനം എഴുതി വെച്ചിരിക്കുന്നത്. അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ഒരു സൂര്യനെ പോലെ ഒരു നക്ഷത്രം, ഒരു വാൽ നക്ഷത്രം അവളുടെ ബെത്ലഹേമിന്റെ മുകളിൽ നിന്നു. ആരുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിച്ചോ, നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹമുള്ളവരെ പ്രകാശം നിറയാൻ തുടങ്ങും. മറ്റുള്ളവരിങ്ങനെ പ്രകാശം കണ്ടുകൊണ്ടിരിക്കും. ചിലരിങ്ങനെ പറയില്ലേ, ചില മനുഷ്യരുടെ അടുത്ത് നിൽക്കുമ്പോൾ പ്രകാശം. നിന്റെ ജീവിതത്തിൽ പ്രകാശം വേണോ? നീ പ്രാർത്ഥിച്ചൊരുങ്ങി അമ്മയോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങ്. 4, അവളുടെ നിശബ്ദത സംഗീതമായി മാറി. നിശബ്ദതയില്ലേ. പിന്നെ ചിലർ പറയില്ല, എനിക്ക് സംസാരിക്കാനേ തോന്നുന്നില്ല. അപ്പോൾ ചിലരൊക്കെ എന്നോട് പറയാറുണ്ട്, സംസാരിക്കാൻ തോന്നുന്നില്ല. ഒരു മനുഷ്യൻ സംസാരിക്കേണ്ട സമയമുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യനിങ്ങനെ ഇത്ര വാക്കുകൾ യൂസ് ചെയ്യും. പക്ഷെ അതിൽ അത്ര വാക്കൊന്നും ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. കാരണം എന്താ? പ്രത്യേകിച്ച് പുരുഷന്മാരൊന്നും സംസാരിക്കാറില്ല. ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കി, നീ വീട്ടിൽ പോയാൽ നീ സംസാരിക്കുകയാണോ കൂടുതൽ? ഒന്നുമില്ലെങ്കിൽ വാട്സപ്പിലോ
ഈ പറയുന്ന ഇൻസ്റ്റയിലോ മാത്രം നിന്റെ ജീവിതം തീരല്ലേ? സംസാരം ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ നീ സംസാരിക്കേണ്ട ഒരു അങ്ഷൻ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഒരു ശാസ്ത്രം പറയുന്നുണ്ട്. നീ ഒരു പുരുഷൻ ഇത്ര സംസാരിക്കും. ഉദാഹരണം പറഞ്ഞാൽ 400 വാക്കാണ് ഒരു പുരുഷൻ പറയണമെങ്കിൽ സ്ത്രീ 800 വാക്ക് പറയണം. അങ്ങനെയാണ് അതിൻ്റെ ഒരു സാധാരണഗതിയിൽ. നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മളത് കാണാറുള്ളതാണ്. പക്ഷെ ഇന്ന് ഈ 400 വാക്കുകൾ പോലും നമ്മൾ സംസാരിക്കുന്നില്ല. കാരണം എന്താ? നമുക്ക് സംസാരിക്കാൻ മേറ്ററില്ല, സംസാരിക്കാൻ തോന്നുന്നില്ല. ഭാര്യയുടെ അടുത്ത്, ഭർത്താവിൻ്റെ അടുത്ത്, മക്കളുടെ അടുത്ത്, ആരോടും. പക്ഷെ നിങ്ങൾ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങി. അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ സംസാരിക്കാൻ തുടങ്ങും. എലിസബത്ത് സംസാരിച്ചു തുടങ്ങിയെന്നാണ് പറയുന്നത്. എലിസബത്ത് അങ്ങനെ സംസാരിച്ചിരുന്ന ഒരു സ്ത്രീ അല്ല. പക്ഷേ അവളുടെ ഉള്ളിൽ പരിശുദ്ധ മറിയം വഴി പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എലിസബത്ത് സംസാരിക്കാൻ തുടങ്ങാണ്. കൃപയുടെ വാക്കുകൾ സംസാരിക്കും. ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വാക്ക് സംസാരിക്കാൻ തുടങ്ങിയത് അത് അമ്മയെ കൂട്ടുപിടിക്കാൻ തുടങ്ങിയപ്പോഴാണ്. 3 മിനിറ്റ് സംസാരിക്കാൻ പേടിയുണ്ടായിരുന്ന അച്ഛനാണ് ഞാൻ. മാതാവിനെ കൂട്ടുപിടിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ സ്നേഹമുള്ളവരെ പറഞ്ഞ് തീരണില്ല. ഇവരിങ്ങനെ ടൈം ഔട്ടൊക്കെ കാണിക്കും. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, 5 മിനിറ്റ് എപ്പോഴാവണേ പറഞ്ഞാൽ തീരുവോളം. അത് നിനക്ക് പരിശുദ്ധ അമ്മ തരുന്ന ഒരു ഗിഫ്റ്റ്. അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങിക്കോ, അമ്മ നിന്നെ സംസാരിക്കാൻ പഠിപ്പിക്കും. അത് കുറേ വിശുദ്ധരുണ്ട്. നമുക്ക് സമയത്തിൻ്റെ പേരിൽ അച്ഛൻ അവസാനിപ്പിക്കും. 5-ാമത്തെ കാര്യം, അവൾ പരിശുദ്ധാത്മാവിനെ നൽകും. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ അവസാനത്തെ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. അമ്മയെക്കൊണ്ട് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം പരിശുദ്ധാത്മാവിനാൽ നിന്നെ നിറയ്ക്കണം.